നമുക്ക് ഇനി പോകേണ്ടത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് LDFിൻ്റെ വലിയ അപ്രമാദിത്യമുള്ള ഒരു ജില്ലയിൽ ഇത്തവണ UDFിൻ്റെ വമ്പൻ തിരിച്ചുവരവ് പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായി ചില സീറ്റുകളിൽ UDF വിജയിച്ചു കയറാം എന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നുണ്ട്. അത് അവർക്കൊരു വടക്കൻ കേരളത്തിൽ UDFിൻ്റെ കരുത്താണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തു വന്നത്. അത് കൂടുതൽ പ്രകടമാവുക കോഴിക്കോട് ജില്ലയിലായിരിക്കും എന്നുള്ളതാണ് ഒരു കണക്ക് വന്നിരിക്കുന്നത്. അനീഷ്, എന്താണ് കോഴിക്കോട്ടെ ഒരു മൊത്തത്തിൽ മുന്നണികളുടെ പാർട്ടികളുടെ ഇതിന് ശേഷമുള്ള ഒരു പ്രതികരണം? UDFിൻ്റെ വലിയ അപ്രമാദിത്വം ഈ ജില്ലയിൽ ഉണ്ടാകുമെന്നാണല്ലോ ഇപ്പോഴുള്ള പുറത്തുവരുന്ന കണക്കുകൾ. രഞ്ജിത്ത്, തീർച്ചയായും കേരളത്തിൽ ഭരണം പിടിക്കണമെങ്കിൽ വടക്കൻ ജില്ലകളിലെ നേട്ടം ഇത്തവണ ഉണ്ടാവണം എന്നൊരു ധാരണ നേരത്തെ തന്നെ UDFിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കോഴിക്കോട്, കണ്ണൂർ പോലെയുള്ള വലിയ ജില്ലകൾ, ഒപ്പം മലപ്പുറത്തെ അപ്രമാദിത്വം അതുപോലെ തന്നെ നിലനിർത്താൻ ലീഗിന് കഴിയുകയും ചെയ്യണം. എന്തായാലും എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ UDF നിശ്ചയിക്കുന്ന രീതിയിൽ തന്നെ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുൻകാലങ്ങളിൽ വലിയ തരംഗങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ പോലും കോഴിക്കോട്ടെ കോട്ട പൊളിക്കാൻ UDFിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ UDFിന് കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ചും കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ എതിരാളികൾ പോലും ഇല്ലാത്ത വിധം LDF മുന്നോട്ട് പോവുകയായിരുന്നു. അതായത് CPM ഒറ്റയ്ക്ക് മാത്രം വേണമെങ്കിലും ഭരിക്കാൻ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു കോർപ്പറേഷനായിരുന്നു. പക്ഷേ ഇത്തവണ CPM തന്നെ ഭരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും കോൺഗ്രസിന് സീറ്റുകൾ ഗണ്യമായി കൂടുകയും ചെയ്തു. ഒപ്പം BJPയും സജീവ സാന്നിധ്യമായി കോർപ്പറേഷനിൽ എത്തുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ മുന്നിൽ വന്ന ഇടങ്ങളിലെ ഡിവിഷനുകളൊക്കെ ഉൾപ്പെടുന്ന സ്ഥലമാണ് കോഴിക്കോട് നോർത്ത് ആണെങ്കിലും സൗത്ത് ആണെങ്കിലും ഒക്കെ ഉള്ളത്. അവിടേക്ക് വലിയ മാറ്റം വരുത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. കോഴിക്കോട് സൗത്ത് കഴിഞ്ഞ തവണ അഹമ്മദ് ദേവർകോവിൽ കൂടെ LDFിന്റെ അടുത്തേക്ക് എത്തിയെങ്കിൽ ഇത്തവണ ലീഗ് അത് തിരിച്ചു പിടിക്കുമെന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്നു. ഒപ്പം നോർത്ത് മണ്ഡലം പരമ്പരാഗതമായി, അതായത് കോഴിക്കോട് 1 എന്നത് വിഭജിച്ച് കോഴിക്കോട് നോർത്തും സൗത്തും ആക്കിയിരുന്നു. എന്നാൽ കോഴിക്കോട് നോർത്തിൽ ഇത്തവണ വലിയ പോരാട്ടം തന്നെ നടക്കുന്നു. തോട്ടത്തിൽ രവി തന്നെ ഒരുപക്ഷെ അട്ടിമറിക്കുമോ എന്ന ഉള്ള സംശയം പോലും ഉയരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അവിടെ BJPയുടെ സാന്നിധ്യമാണ് വലിയ തിരിച്ചടിയായി LDFിന് ഒരുപക്ഷെ മാറാൻ സാധ്യതയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒപ്പം പരമ്പരാഗതമായി കുറച്ച് വർഷങ്ങളായി തന്നെ LDFിനൊപ്പം നിന്നിരുന്ന നാദാപുരം പോലുള്ള ഇടങ്ങൾ, ഒപ്പം കുറ്റ്യാടി, ഒരുപക്ഷെ ഏറ്റവും ജനകീയനായ MLA ഉണ്ടായിരുന്ന ലിൻഡോ ജോസഫിന് പോലും അട്ടിമറി നടക്കുമെന്ന് പ്രവചിക്കപ്പെടുന്ന തിരുവമ്പാടി, കൊടുവള്ളിയിൽ PK ഫിറോസ് മത്സരിച്ച് വിജയിക്കും എന്ന് പറയുന്നു. അങ്ങനെ കോഴിക്കോട് ജില്ലയുടെ പല സീറ്റുകളിലും കടുത്ത പോരാട്ടം LDF നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രവചനങ്ങൾ ശരിയായാൽ ഏതാണ്ട് 8 മുതൽ 11 വരെയൊക്കെ സീറ്റുകൾ വരെ ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ നിന്നും LDF നേടുമെന്ന് ആണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ വലിയ തിരിച്ചടിയിൽ മാറും. കാരണം 140 MLAമാരുള്ള നിയമസഭയിലേക്ക് 13 സീറ്റുകൾ സംഭാവന ചെയ്യുന്നു. അതായത് ഏതാണ്ട് 10% സീറ്റുകൾ വരുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. കഴിഞ്ഞ 25 വർഷത്തിന് മുമ്പാണ് ഏറ്റവും ഒടുവിൽ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി കോഴിക്കോട് ജില്ലയിൽ നിന്ന് ജയിച്ചത്. അത് P ശങ്കരനും A സുജനപാലുമായിരുന്നു. അതിനുശേഷം ഒറ്റ MLAമാരെ പോലും നിയമസഭയിലേക്ക് അയക്കാൻ കോഴിക്കോട് നിന്നും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ജയിക്കുന്നവരൊക്കെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളുമായിരുന്നു. എന്തായാലും ഇത്തവണ മുസ്ലിം ലീഗ് തങ്ങളുടെ നില മെച്ചപ്പെടുത്തും. തിരുവമ്പാടി അടക്കം കുറ്റ്യാടി അടക്കം നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചുപിടിക്കുകയും ഒപ്പം കോൺഗ്രസ് പല സീറ്റുകളിലും അട്ടിമറി വിജയം നേടുകയും ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയാണ് എക്സിറ്റ് പോളുകളിലൂടെ പുറത്തു വരുന്നത്. എന്നാൽ LDF ആവട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും പാറ്റേണുകൾ അങ്ങേയറ്റം വിഭിന്നമാണ്. ജനകീയമായ മുഖങ്ങളാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികളായി സിറ്റിംഗ് MLAമാർ ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തോൽവി എന്ന ഒരു ഉറപ്പുവരുത്തേണ്ട അല്ലെങ്കിൽ തോൽവിയിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യം ഇല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം മുമ്പ് വലിയ തരംഗങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ പോലും കൈവിടാത്ത ആളുകളാണ് കോഴിക്കോട് ജില്ലയിലെ ആളുകൾ. അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം LDFിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് എല്ലാ കാലത്തും കാണിച്ചത്. അത് തുടരും എന്നാണ് പറയുന്നത്. ഒപ്പം പ്രാദേശിക തലത്തിലെ 2-3 വോട്ടുകൾ അല്ലെങ്കിൽ 10-15 വോട്ടുകൾക്ക് പോലും ഒരു പഞ്ചായത്തിന്റെ ഭരണം മാറുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ അത് നിയമസഭയിലേക്ക് വരുമ്പോൾ അത് കാര്യമായി ഏശില്ല എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും അവർ പങ്കുവെക്കുന്നത്. എന്തായാലും 8 സീറ്റുകളിൽ വരെ വിജയം ഉറപ്പാണ് എന്നാണ് അവർ അന്തിമമായി നടത്തിയ കണക്കെടുപ്പിലും ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.